നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാധാരണക്കാരെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്നുമാണ് ഇപ്പോൾ ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2 ദിവസം മുൻപാണ് കൊല്ലം നിലമേൽ നിന്നുള്ള 2 ആൾക്കാർ ഒരു കുടുംബസമേതം തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും അന്ന് രാത്രിയിൽ ഇവർ അമിതമായി ഛർദ്ദിക്കുകയും കാറിൽ വെച്ചടക്കം ഛർദ്ദിക്കുകയും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. ആ ഒരു ഞെട്ടൽ മാറി വരുന്നതിന് മുൻപേ ഇതാ വീണ്ടും പാളയം മാർക്കറ്റിൽ നിന്നും പച്ചമീൻ വാങ്ങി കറിവെച്ചു കഴിച്ചവർക്ക് കുടുംബത്തിലെ എല്ലാവരും ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടലിലാണ് എല്ലാവരും. നഗരത്തിലെ മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങി കഴിച്ച 3 പേർക്കാണ് ആരോഗ്യ പ്രശ്നം ഉള്ളത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നഗരത്തിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പാരമീൻ കഴിച്ചവർക്കാണ് ഛർദിയും വയറിളക്കവും അടക്കമുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി വിവരങ്ങൾ തേടി. ബാക്കി വന്ന മീനിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇവ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം നേരിട്ട 3 പേരിൽ ഒരാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെ റെസ്റ്റോറന്റിൽ നിന്നും മീൻ വിഭവങ്ങൾ കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേരാണ് മരിച്ചത്. നിലമേൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീബി എന്ന 58 വയസ്സുകാരിയും മരുമകൻ ഷാജി എന്ന 48 വയസ്സുകാരനുമാണ് മരിച്ചത്. വിഴിഞ്ഞത്തെ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങിയതിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെട്ടത്. മീനും വിഭവങ്ങളും കഴിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നം നേരിട്ടതും ഭക്ഷ്യവിഷബാധയാണെന്ന് ഇതിന് കാരണമെന്നും കുടുംബം ആരോപിച്ചതും. ഇതിന് പിന്നാലെ തന്നെ ഈ റെസ്റ്റോറന്റ് താൽക്കാലികമായി പോലീസ് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ഗുരുതരവും ദുരൂഹതയും നിറഞ്ഞ പല ചോദ്യങ്ങളുമാണ് നിറയുന്നത്. കണവ മീനിന്റെ മുട്ടയും അതുപോലെ തന്നെ അല്ലാതെ മീനും മരിച്ചീനയും പൊറോട്ടയും ഒക്കെയുമാണ് ഇവർ കഴിച്ചത്. കഴിച്ച് കാറിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങി. തൊണ്ടയെല്ലാം വറ്റി വെള്ളം വേണമെന്ന് ഇവർ പറഞ്ഞു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു ഹോട്ടലിൽ നിന്നും ഒരു കട്ടൻ ചായ വാങ്ങിക്കൊടുത്തു. പിന്നാലെ അമിതമായി ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഉടൻ തന്നെ ആ ഹോട്ടലിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയ്ഡ് നടത്തിയെങ്കിലും അവിടെ നിന്നും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഴകിയ ഭക്ഷണ സാധനങ്ങളോ വൃത്തിഹീനമായ സാഹചര്യമോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവരുടെ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ അമ്മയുടെ ശരീരത്തിൽ നിന്നുമുള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മാത്രമാണ് അതിൽ ചെറിയ തോതിലുള്ള ഭക്ഷ്യവിഷബാധയുടെ ചെറിയൊരു സംശയം ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു സംശയം വരുന്നതുമില്ല. ഇനി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ച് അതിൽ റിസൾട്ട് വന്ന ശേഷം മാത്രമേ നമുക്ക് കൃത്യമായ വിവരം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാത്തോളജി ഫലം അടക്കമുള്ളവ വരേണ്ടതുണ്ട്. ഭക്ഷ്യവിഷബാധ സംശയിക്കുന്ന 2 മരണങ്ങളാണ് തലസ്ഥാന നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. മീൻ വിഭവങ്ങൾ കഴിച്ച് 3 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലായതോടുകൂടിയാണ് സംഭവത്തെ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണാൻ അധികൃതരും തയ്യാറായിരിക്കുന്നത്. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലായതോടുകൂടിയാണ് ഹോട്ടലുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ ആരംഭിച്ചത്. പാളയത്തും കോവളത്തും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്നലെ പരിശോധന നടത്തി സാമ്പിളുകൾ എടുത്തിരുന്നു. എറണാകുളത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്കാണ് സാമ്പിളുകൾ അയക്കുക. മീനുകൾ പഴക്കമുള്ളതോ രാസപദാർത്ഥങ്ങൾ ചേർത്തതോ ആണോ എന്നറിയാൻ ഇവിടങ്ങളിലെ പരിശോധന കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. കൊല്ലം സ്വദേശികളാണ് വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മരിച്ചത്. ഇതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേരുടെ ആരോഗ്യസ്ഥിതിയും വഷളായിരുന്നു. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് നൽകിയ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. അതേസമയം തലസ്ഥാന നഗരത്തിലെ പാളയം മാർക്കറ്റിൽ നിന്ന് പച്ച മത്സ്യം വാങ്ങി വീട്ടിൽ പാകം ചെയ്ത് കഴിച്ചവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത്. ഫിഷിംഗ് ഹാർബറും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മീൻ പിടിക്കുകയും ചെയ്യുന്ന നിരവധി കടപ്പുറങ്ങളുള്ള പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. കേരളത്തിലെ മീനിന്റെ ആവശ്യം മനസ്സിലാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സാധനം എത്താറുണ്ട്. പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മാത്രമാണ് മത്സ്യം എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് പോലും കേരളത്തിലേക്ക് മീൻ എത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ദിവസങ്ങൾ പഴക്കമുള്ള മീൻ കേരളത്തിൽ എത്തുമ്പോൾ അവയിൽ രാസപദാർത്ഥങ്ങൾ ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെത്തുന്ന ഇത്തരം മീനുകൾ പരിശോധിക്കാൻ കൃത്യമായ സംവിധാനം ഇല്ലാത്തതും വെല്ലുവിളി തന്നെയാണ്.
വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടലിൽ നിന്നും രാത്രി ഭക്ഷണം കഴിച്ച് കാറിൽ മടങ്ങവെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായ 5 അംഗ കുടുംബത്തിലെ 2 പേരാണ് മരിച്ചത്. 2 പേർ എന്തോ ഈച്ചയെ തല്ലിക്കൊന്ന് നമ്മൾ കൊന്നു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന പോലെ 2 ജീവനുകൾ മരിച്ചിട്ടും ഈ അധികൃതർ വേണ്ട ഒരു പ്രാധാന്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു അലേർട്ട് നൽകാനോ ഇതുവരെ തയ്യാറാകാത്തത് കൂടുതൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന ഭയപ്പാടിലാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങാൻ ഇപ്പോൾ പലരും മടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരാൾ ഗുരുതര അവസ്ഥയിലാണ് ഇപ്പോഴും ആ കുടുംബത്തിലെ. കൊല്ലം നിലമേൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവിയും മരുമകൻ റാഷിദ് എന്നിവരുമാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യവിഷബാധ എന്നാണ് സംശയം. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നുമില്ല. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ഹോട്ടൽ പോലീസ് അടപ്പിക്കുകയും ചെയ്തു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. ഇവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ഷാജി സജിമോൾ ദമ്പതികളുടെ മക്കളായിട്ടുള്ള ഷിജിൻ, ഷാൻ, അതായത് 16ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളാണ്. ഇവർക്കും അതുപോലെ സുഹൃത്ത് തിരുനെൽവേലി സ്വദേശി കണ്ണൻ എന്നിവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസമാണ്. കണവത്തോരൻ, കൊഞ്ചു ഫ്രൈ, കല്ലുമ്മക്കായ തോരൻ, മീൻമുട്ട, കപ്പ, പൊറോട്ട, അപ്പം തുടങ്ങിയവയാണ് കഴിച്ചത്. ഷാജിയും റഷീദ ബീവിയും സജിമോളും മാത്രമേ കൊഞ്ച് കഴിച്ചുള്ളൂ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ റഷീദയുടെ ആമാശയത്തിൽ മീൻമുട്ടയുടെ അംശങ്ങൾ കണ്ടെത്തി. മുൻപ് 3 തവണ ഈ ഹോട്ടലിൽ വന്നിട്ടുള്ള കണ്ണനെ കുടുംബം ഒപ്പം കൂട്ടുകയായിരുന്നു. നിലമേൽ ചായക്കടകൾ നടത്തുകയായിരുന്ന റഷീദയും സജിമോളും. നിലമേലുള്ള ബാറിലെ ജീവനക്കാരനാണ് ഷാജി. റഷീദയുടെയും ഷാജിയുടെയും മൃതദേഹം നിലമേൽ കണ്ണക്കോട് ജമാഅത്ത് ഖബർസ്ഥാനിയിൽ ഖബറടക്കി. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. കാറിൽ വെച്ചാണ് ഇവർ അമിതമായി ഛർദ്ദിച്ചത്. കാറിൽ നിലമേൽ നിന്ന് രാത്രി വിഴിഞ്ഞത്തെത്തിയ കുടുംബം ഭക്ഷണം കഴിച്ച് 11:45 ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. തിരുവല്ലം പിന്നിട്ടതോടുകൂടി റഷീദയ്ക്ക് കടുത്ത തലവേദനയുണ്ടായി. തട്ടുകടയിൽ നിർത്തി കട്ടൻ ചായ കുടിച്ച് കാറിൽ കയറിയതിന് പിന്നാലെ ഛർദ്ദിച്ചു. കാർ ഓടിച്ചിരുന്ന ഷാജിക്കും ഛർദ്ദിലുണ്ടായി. ഇതോടെ കാർ ഓടിക്കാൻ വയ്യാതെയായി. മറ്റാർക്കും ഡ്രൈവിംഗ് വശമില്ലാത്തതിനാൽ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു യുവാവ് ഇവരെ നിലമേലിൽ എത്തിക്കുകയായിരുന്നു. ഇതിനിടെ സജിമോളും അവശയായി. മൂവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് റഷീദയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ പുലർച്ചെ 3ഓടെ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ഷാജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു മരണം സംഭവിച്ചത്. ഇത് അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. കാരണം പച്ചമീൻ പോലും കഴിച്ചവർക്കും ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിച്ച് എന്താണ് കഴിക്കേണ്ടതെന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് കൃത്യമായി അടിയന്തരമായ ഒരു നടപടിയോ ഒരു അലേർട്ട് നൽകാതെ ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന ഭയം എല്ലാവരിലുമുണ്ട്. ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരും തന്നില്ലെങ്കിൽ പോലും സ്വമേധയാ ജാഗ്രത പാലിക്കുക.